ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേശ്യാം. ആരെങ്കിലും ഉണ്ടോ ലൈവില്? ആരെയും കാണുന്നില്ലാലോ. ഹരേ കൃഷ്ണ. ഓം ഗം ഗണപതേ നമഃ. ഓം നമഃ ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഈ നാമം നമ്മൾ എപ്പോഴും പറയുന്നത് നന്നായിരിക്കും. എനിക്ക് വൃന്ദാവനത്തിൽ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ വളരെ സന്തോഷമായി എനിക്ക്. ഞാൻ വൃന്ദാവനത്തിൽ പോയ ആ വീഡിയോസ് എല്ലാം ഇന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണണം. എനിക്ക് എന്താ പറയുക, വൃന്ദാവനത്തിൽ പോയിട്ട് ശ്യാംകുണ്ട്, രാധാകുണ്ട് അവിടെയൊക്കെ ശ്യാംകുണ്ടിലൊക്കെ സ്നാനം ചെയ്യാൻ കഴിഞ്ഞു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്നെ വെയിറ്റ് ചെയ്ത് കുറേ പേര് അവിടെ നിന്നു ആ ടൈമിൽ. അങ്ങനെയൊക്കെ കുറേ രസകരമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാധാറാണി ജനിച്ച സ്ഥലമാണ് ബർസാന. അപ്പം ആ ബർസാനയിൽ പോകാൻ കഴിഞ്ഞു. അതുപോലെ അമ്പാടി, ഭഗവാൻ ജനിച്ച സ്ഥലം അമ്പാടി. പിന്നീട് എവിടെയാ പോയത്? പിന്നെ വിശ്രാം ഘട്ട് എന്ന് പറഞ്ഞ് ഭഗവാൻ കംസനെ വധിച്ചതിന് ശേഷം വന്നിരുന്ന സ്ഥലം. അതിനടുത്ത് തന്നെ യമുനാ തീരം. അത് കഴിഞ്ഞിട്ട് പ്രേം മന്ദിർ. പ്രേം മന്ദിർ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് പ്രേം മന്ദിർ. പിന്നീട് എവിടെയായിരുന്നു? ബാങ്കി ബിഹാരി ക്ഷേത്രം. അത് ഭഗവാന്റെ, രാധാറാണിയും ഭഗവാനും ഉള്ള ക്ഷേത്രം. അവിടെ പോയിട്ട് കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. അവിടെ ഭയങ്കര തള്ളും ഇടിയും ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് പോകാൻ പറ്റില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു. അതുപോലെ പ്രേം മന്ദിറിൽ പോകുമ്പോഴും നല്ല തിരക്കായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമായിരിക്കും. പ്രേം മന്ദിറിൽ പോയിട്ട് ആ വീഡിയോ നല്ലതുപോലെ എടുത്ത് ഇടാൻ കഴിഞ്ഞിട്ടില്ല, അത്രയും തിരക്കായിരുന്നു. അങ്ങനെ എല്ലായിടവും ഭഗവാൻ ജനിച്ചു വളർന്ന ആ സ്ഥലങ്ങളും എല്ലാം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുണ്ട് എൻ്റെ കൂടെ, അതെനിക്കറിയാം. അതുകൊണ്ടും കൂടി എനിക്ക് ഭഗവാന്റെ ഒരിത് കിട്ടിയത്, എനിക്ക് അവിടെ പോവാൻ കഴിഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും. അപ്പോൾ ഒത്തിരി സന്തോഷമായി. എനിക്ക് ഭഗവാൻ ജനിച്ചു വളർന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമായി കേട്ടോ. ഇന്ന് നമുക്ക് ദശകം 60 ഗോപി വസ്ത്രാപഹരണമാണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. കൃഷ്ണ, മൃജുൽ, മിഥുൻ, കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വായിക്കാം. ദശകം 60 ഗോപി വസ്ത്രാപഹരണമാണ് കേട്ടോ ഭഗവാന്റെ. മദനാതുരചേതസോഭന്വഹം ഭവതം ഗൃദ്വയദാസ്യ കാമ്യയാഃ യമുനാ തടസീം നിസൈകതീം തരളാക്ഷ്യോ ഗിരിജാം സമാർച്ചിജൻ. മദനപരവശരായ ഗോപസുന്ദരിമാർ ദിനവും അവിടത്തെ പാദദാസ്യം ആഗ്രഹിച്ചുകൊണ്ട് യമുനാ നദിയുടെ തീരത്ത് പാർവതീദേവിയുടെ പ്രതിഷ്ഠ മണൽ കൊണ്ടുണ്ടാക്കി പൂജ ചെയ്തു. അപ്പോൾ ഭഗവാന്റെ എന്താ പറയുക, ഭഗവാന്റെ ആ പാദ സേവയ്ക്ക് വേണ്ടിയിട്ട് ഗോപസുന്ദരിമാര്, ആ ഗോപികമാര് പാർവതീദേവിയുടെ ഒരു ബിംബം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ആ ബിംബത്തിൽ പൂജ ചെയ്യുകയാണ്. തവ നാമകതാരതാഹ സമം സുദൃശഃ പ്രാതരുപാഗതാ നദീം ഉപഹാരശതൈര പൂജയൻ ദയിതോ നന്ദസുതോ ഭവേദിതി. അവിടുത്തെ നാമങ്ങളിലും അവിടത്തെക്കുറിച്ചുള്ള കഥകളിലും തൽപരകളായിരുന്ന ആ സുന്ദരിമാരായ ഗോപസ്ത്രീകൾ പ്രഭാതത്തിൽ ഒരുമിച്ച് നദീതീരത്തെത്തി നന്ദപുത്രനെ ഭർത്താവായി ലഭിക്കണമെന്ന പ്രാർത്ഥനയോടെ അനേകം ഉപഹാരങ്ങൾ കൊണ്ട് ദേവിയെ പൂജിച്ചു. അപ്പോൾ ഭഗവാനെ ലഭിക്കണം, ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഗോപസ്ത്രീകൾ പാർവതീദേവിയെ പൂജിക്കുകയാണ്. എവിടെ വന്നാണ് ഗോപസ്ത്രീകൾ പൂജിക്കുന്നത്? യമുനാ നദിയുടെ തീരത്ത്. അത് പറഞ്ഞപ്പോഴാണ് യമുനാ നദിയിൽ അവിടെ പോയിരുന്നു. യമുനാ നദി കാണാൻ പറ്റി. അപ്പോൾ യമുനാ നദിയുടെ തീരത്ത് പോയിരുന്നു.
പോയിരുന്നിട്ട് അവിടെ എന്ത് ചെയ്യണ്, പാർവതി ദേവിയുടെ ആ രൂപം ഉണ്ടാക്കിയിട്ട് ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് പാർവതി ദേവീനെ പൂജിക്കുകയാണ്. ഭഗവാനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ പാദസേവ നടത്താൻ വേണ്ടിയിട്ട് ആ ഗോപസുന്ദരിമാര് ഭഗവാനെ പൂജിക്കുകയാണ് ചെയ്യുന്നത്. ഇതിമാ സമുപാഹിത വ്രതാ സ്ഥരളാക്ഷീരഫീവീഷ്യതാഭവാൻഹ കരുണാമൃദുലോ നദീതടം സമയാസീതനുഗ്രഹേച്ഛയാ. ഭഗവാനെ കാംക്ഷിച്ചുകൊണ്ട് ഇപ്രകാരം 1 മാസക്കാലം വ്രതമനുഷ്ഠിച്ച ആ സുന്ദരിമാരെ കണ്ട് അവിടുന്ന് കരുണാർദ്രനായി തീർന്നു. അവരെ അനുഗ്രഹിക്കാൻ ഉറച്ച് അവിടുന്ന് യമുനാ നദീ തീരത്ത് ചെന്നു. അപ്പോൾ ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാസക്കാലമായിട്ട് ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാനിൽ ഇങ്ങനെ ഇതായിട്ട് പൂജിച്ചുകൊണ്ടിരിക്കുന്ന അവരെ കണ്ടിട്ട് ഭഗവാൻ അവരിൽ ആകൃഷ്ടനായതിനു ശേഷം ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, ഭഗവാൻ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് യമുനാ നദിയുടെ തീരത്തേക്ക് വരികയാണ്. നിയമാവസിതൗ നിജാംബരം തടസീമന്യവമുച്യതാസ്തദാഃ യമുനാ ജലഖേലനാകുലാഃ പുരതസ്ത്വാമവലോക്യ ലജ്ജിതാഃ. അവിടുന്ന് അവിടെ എത്തിയപ്പോൾ വ്രതത്തിന്റെ അവസാനത്തിൽ വസ്ത്രമഴിച്ചു കരയിൽ വെച്ച് ഗോപസുന്ദരിമാർ യമുനയിൽ നീരാടുകയായിരുന്നു. അവർ ജലക്രീഡയിൽ മുഴുകിയിരിക്കവേ മുന്നിലായി അവിടത്തെ കണ്ട് അവർ ലജ്ജിതരായി തീർന്നു. അങ്ങനെ എന്താ ചെയ്യാണ്, അപ്പൊ ഈ ഗോപസുന്ദരിമാര് കുളിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം ആ നദിക്കരയിൽ, യമുനാ തീരത്തിന്റെ കരയിൽ ഇങ്ങനെ അഴിച്ചു വെച്ചിട്ട് അവര് കുളത്തിലേക്ക്, ആ നദിയിലേക്ക്, യമുനാ തീരത്തേക്ക് ഇറങ്ങി കുളിക്കുകയാണ്. ആ സമയത്താണ് ഭഗവാൻ അവിടെ വരുന്നത്. അപ്പൊ ഭഗവാനെ കണ്ടിട്ട് അവരെന്ത് ചെയ്യാണ്, അവര് ലജ്ജിതരായി തീരുകയാണ്. ത്രപയാ നമിതാനനസ്വധോ വനിതാ സ്വവംബരജാലമന്ദികേഹ നിഹൃതം പരിഗൃഹ്യ ഭൂരുഹോ വിടപം ത്വം തരസാതിരൂഢവാൻ. ആ ഗോപസുന്ദരിമാർ ലജ്ജയാൽ മുഖം കുനിച്ചു നിൽക്കെ അരികത്ത് കണ്ട ഗോപസ്ത്രീകൾ കരയിൽ അഴിച്ചുവെച്ച വസ്ത്രങ്ങൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് അവിടുന്ന് വൃക്ഷക്കൊമ്പിൽ കയറിയിരുന്നു. അപ്പോ ഭഗവാൻ എന്താണ് ചെയ്തത്, അവര് അഴിച്ചു വെച്ചിരുന്ന ആ ഗോപസുന്ദരികള് ആ ഗോപസ്ത്രീകൾ അഴിച്ചു വെച്ചിരുന്ന തങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, മുകളില് ആ മരത്തിന്റെ വൃക്ഷക്കൊമ്പില് കയറിയിരിക്കുകയാണ്. ഇഹതാവതുപേത്യ നീയതാം വസനം വഹ സുദൃശോ യദായതം ഹ ഇതി നിർമ്മമൃദുസ്മിതേ ത്വയി ബ്രുവതി വ്യാമുമോഹോ വധുജനൈഃ. അല്ലയോ സുന്ദരിമാരെ, ഇവിടേക്ക് വന്ന് നിങ്ങളുടെ വസ്ത്രങ്ങൾ അവരവർക്കുള്ളത് മാറിപ്പോകാതെ എടുത്തുകൊണ്ട് പൊയ്ക്കോളൂ എന്നിങ്ങനെ അവിടുന്ന് നർമ്മത്തോടെ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട് അവർ വല്ലാതെ വിവശരായി തീർന്നു. അപ്പോ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, ഭഗവാൻ ഇവരുടെ വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് മരത്തിന്റെ മുകളിൽ പോയിരുന്നിട്ട് ഈ ഗോപസ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾക്ക് വസ്ത്രം വേണമെങ്കിൽ ഓരോരുത്തരായിട്ട് വന്നിട്ട് വന്ന് വസ്ത്രം വാങ്ങിക്കൊള്ളാൻ. എങ്ങനെയാ അവര് വരിക, അവർക്ക് ഒരു വസ്ത്രം പോലും ഇല്ലാതെയാണ് അവർ നദിയിൽ കുളിക്കുന്നത്. അപ്പോ ഭഗവാൻ ഈ വസ്ത്രമെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് വസ്ത്രം വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂന്നു. അപ്പൊ അത് കേട്ടിട്ട് ആ ഗോപസുന്ദരിമാർ, ആ ഗോപസ്ത്രീകള് വിവശരാവുകയാണ്. ഇഹതാവതുപേത്യ നീയതാം വസനം വഹ സുദൃശോ യദായതം ഇതി നിർമ്മമൃദുസ്മിതേ ത്വയി ബ്രുവതി വ്യാമുമുഹേ വധുജനൈഃ. അല്ലയോ സുന്ദരിമാരെ, ഇവിടേക്ക് വന്ന് നിങ്ങളുടെ വസ്ത്രങ്ങൾ അവരവർക്കുള്ളത് മാറിപ്പോകാതെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളൂ എന്നിങ്ങനെ അവിടുന്ന് നർമ്മത്തോടെ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട് അവർ വല്ലാതെ വിവശരായി തീർന്നു. അയി ജീവചിരം കിശോരനാ സ്തവദാസീരവശീകരോഷി കിം പ്രതിശാംബരമംബുജേക്ഷണേ ത്വതിതസ്ത്വം സ്മിതമേവ ദത്തവാൻ. അല്ലയോ കുഞ്ഞേ, അവിടുന്ന് ദീർഘായുസായി ഭവിക്കട്ടെ. അങ്ങയുടെ ദാസിമാരായ ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ അവശകളാക്കുന്നത്? സുന്ദരമായ താമര കണ്ണുള്ളവനെ, ആ വസ്ത്രങ്ങൾ തരയണമേ എന്നിങ്ങനെ അവർ പറഞ്ഞപ്പോൾ അവിടുന്ന് പുഞ്ചിരി മാത്രമേ നൽകിയുള്ളൂ.
അപ്പോൾ ഗോപസ്ത്രീകൾ പറയണം, അല്ലയോ കുഞ്ഞെ, അവിടുന്ന് ദീർഘായുസായി ഭവിക്കട്ടെ, അവിടത്തേക്ക് നല്ലത് വരട്ടെ. അങ്ങയുടെ ദാസിമാരായ ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ അവശകളാക്കുന്നത്? അപ്പൊ അങ്ങയുടെ ദാസിമാരല്ലേ ഞങ്ങൾ, വെറും ദാസിമാരല്ലേ ഞങ്ങള്? ആ ദാസിമാരായ ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ വിവശരാക്കുന്നത്? സുന്ദരമായ താമര കണ്ണുള്ളവനെ. അപ്പൊ ഭഗവാന്റെ കണ്ണെന്ന് പറയുന്നത് സുന്ദരമായ താമര പോലത്തെ കണ്ണുകളാണ്, താമര പോലത്തെ വിടർന്ന കണ്ണുകളാണ് ഭഗവാന്റെ കണ്ണുകൾ. അപ്പൊ അങ്ങനെയുള്ള സുന്ദരമായ താമര പോലെ വിടർന്ന താമര കണ്ണുള്ളവനേ ഭഗവാനേ, അവിടുന്ന് ആ വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് തിരികെ തരയണമേ, വസ്ത്രങ്ങൾ തരയണമേ എന്നിങ്ങനെ ആ ഗോപസുന്ദരികൾ, ആ ഗോപസ്ത്രീകൾ ഭഗവാനോട് യാചിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യാം? ഭഗവാൻ ഇങ്ങനെ ഒരു പുഞ്ചിരി മാത്രം തിരിച്ചു കൊടുക്കുകയാണ്. അതിരുഹ്യതടം കൃതാഞ്ജലീഹ പരിശുദ്ധാഃ സ്വഗതിർനിരീക്ഷതാഃ വസനാന്യഖിലാന്യനുഗ്രഹം പുനരേവം ഗിരമപ്യദാമുദാം. കരയ്ക്ക് കയറിയ പരിശുദ്ധകളായ അവർ കൈകൂപ്പിക്കൊണ്ടു നിന്നു. താൻ മാത്രമാണ് ശരണം എന്ന് ചിന്തിക്കുന്നവരായ അവരെ കണ്ട് സന്തോഷവാനായ അവിടുന്ന് വസ്ത്രങ്ങളെല്ലാം തിരിച്ചു നൽകിയിട്ട് അനുഗ്രഹ രൂപത്തിൽ ഈ വാക്കും സന്തോഷത്തോടെ നൽകി. അപ്പോ അവര് കരയ്ക്ക് കയറി, ഗോപസ്ത്രീകളെല്ലാം കരയ്ക്ക് കയറിയിട്ട് ആ പരിശുദ്ധകളായ ആ ഗോപസ്ത്രീകള് കരയ്ക്ക് കയറിയിട്ട് അവർ കൈ കൂപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. കൈ കൂപ്പിക്കൊണ്ട് നിന്നിട്ട് പറയുകയാണ്, താൻ മാത്രമാണ് ശരണം എന്ന് ചിന്തിക്കുന്നവരായ അവരെ കണ്ട് സന്തോഷവാനായ അവിടുന്ന് വസ്ത്രങ്ങളെല്ലാം തിരിച്ചു നൽകി. അപ്പം താൻ മാത്രമാണ്, ഭഗവാൻ മാത്രമാണ് ആ ഗോപികമാരുടെ ശരണം, ഭഗവാൻ അല്ലാതെ മറ്റാരും തങ്ങൾക്ക് ശരണമില്ല എന്ന് വിചാരിച്ച ആ ഗോപികമാരുടെ ആ ഇത് കണ്ടിട്ട് ഭഗവാൻ അവർക്ക് എന്ത് ചെയ്യുകയാണ്? അവരുടെ വസ്ത്രങ്ങളെല്ലാം തിരികെ കൊടുക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ പറയുകയാണ്, വിദിതം നനുവോ മനീഷിതം വദിതാരസ്ത്വിഹാ യോഗ്യമുത്തരം ഹ യമുനാപുളിലേ സചന്ദ്രികാഃ ക്ഷണദായിത്യബാലാസ്തുമൂജിവാൻ. അല്ലയോ ഗോപസുന്ദരിമാരെ, നിങ്ങളുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അതിനുള്ള മറുപടി യമുനയുടെ മണൽത്തട്ടിലെ നിലാവുള്ള രാത്രികൾ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നിങ്ങനെ അവിടുന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം യമുനാ നദിയിലെ നിലാവുള്ള രാത്രികളിൽ പറഞ്ഞു തരുമെന്ന്. അപ്പോൾ ഭഗവാൻ എന്തോ അതിൽ ഒരു ഉദ്ദേശം വെച്ചിട്ടുണ്ട്. അതായത് ഗോപസുന്ദരിമാർ, നിങ്ങളുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ഭഗവാനെ വേണം, ഭഗവാനെ ഭർത്താവായി കിട്ടണം, അല്ലെങ്കിൽ ഭഗവാനെ കാമുകനായി കിട്ടണം, ഭഗവാന്റെ ദാസികളായി അല്ലെങ്കിൽ ഭഗവാനെ സേവിക്കണം എന്നൊക്കെയുള്ള മനസ്സുള്ള ആ ഗോപികമാരുടെ മനസ്സിലെ ആഗ്രഹം, അതിനു വേണ്ടിയിട്ടാണ് അവർ പാർവതി ദേവീനെ പൂജിച്ചത്. ആ ആഗ്രഹം ഭഗവാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ആ ആഗ്രഹത്തിന് ഞാൻ സാധിച്ചു തരുന്നതാണ്. അതിന് നിങ്ങൾ എന്താണ്, യമുനയുടെ മണൽത്തട്ടിലെ നിലാവുള്ള രാത്രികൾ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് ഭഗവാൻ ആ ഗോപസുന്ദരിമാരോട്, ആ നിഷ്കളങ്കരായ ആ പരിശുദ്ധരായ ഗോപികമാരോട് ഭഗവാൻ പറയുകയാണ്. ഉപകർണ്യഭവൻ മുഖച്യുതം മധുനിഷ്യന്തി വജോ മൃഗീദൃശഃ പ്രണയാദയി വീക്ഷ്യത്തെ വദനാബ്ജം ശനകൈർഗൃഹം ഗതഃ. മാൻപേടയുടെ മനോഹരങ്ങളായ കണ്ണുകളുള്ള സുന്ദരിമാരായ ഗോപകുമാരിമാർ അവിടുത്തെ മുഖത്തു നിന്ന് പുറപ്പെട്ട തേനോലുന്ന ആ വാക്കുകൾ കേട്ട് പ്രണയത്തോടെ അങ്ങയുടെ മുഖകമലത്തെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ട് പതിയെ ഗൃഹത്തിലേക്ക് പോയി. അപ്പോൾ മാൻപേടയുടെ മനോഹരങ്ങളായ കണ്ണുകളുള്ള സുന്ദരിമാരായ ഗോപകുമാരിമാർ, അപ്പം മാൻപേടയെ പോലെ അവരുടെ കണ്ണുകൾ എങ്ങനെയാണ്? ഒരു മാൻപേടയെ പോലത്തെ കണ്ണുകളാണ് ആ ഗോപസുന്ദരിമാരുടെ കണ്ണുകൾ. അങ്ങനെ മാൻപേടയെ പോലെ സുന്ദരമായ കണ്ണുകളുള്ള ആ ഗോപസ്ത്രീകൾ അവിടത്തെ മുഖത്തു നിന്ന് പുറപ്പെട്ട തേനൂലുന്ന വാക്കുകൾ കേട്ട് പ്രണയത്തോടെ അങ്ങയുടെ മുഖകമലത്തെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ട് പതിയെ ഗൃഹത്തിലേക്ക് പോയി. അപ്പം അവര് ഭഗവാനെ ഇങ്ങനെ നോക്കിയിട്ട് ഭഗവാന്റെ ആ തേനൂലുന്ന ആ വാക്കുകൾ കേട്ടിട്ട് അവര് സന്തോഷത്തോടെ, പ്രണയത്തോടെ എവിടേക്ക് പോവുകയാണ്? അവരുടെ ഗൃഹത്തിലേക്ക് പോവുകയാണ്. ഇതിനനുഗൃഹ്യാവല്ലവീർ വിപിനാന്തേഷു പുരേവ സഞ്ചരൻ കരുണാശിശിരോ ഹരേ ഹര ത്വരയാ മേ സകലാമയാവലിം.
ഇപ്രകാരം ഗോപികമാരെ അനുഗ്രഹിച്ചിട്ട് അവിടുന്ന് മുമ്പത്തെ പോലെ വനത്തിൽ സഞ്ചരിക്കുന്നവനായി തീർന്നു. കാരുണ്യത്താൽ തപ്ത ഹൃദയങ്ങളെ തണുപ്പിക്കുന്ന അല്ലയോ ഹരേ, അവിടുന്ന് പെട്ടെന്ന് അടിയന്റെ എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കണമേ എന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഇവിടെ പറയുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ദശകം. ദശകം 60 ഗോപി വസ്ത്രാപഹരണമാണ്. ലൈവിൽ ഒരുപാട് പേരുണ്ടല്ലോ അല്ലേ, നോക്കട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേശ. ഒരുപാട് പേര് വന്നിട്ടുണ്ട്, ഞാൻ വായിക്കാം കേട്ടോ. കൃഷ്ണ സാര, നനി, വിഷ്ണു, റാം, ശ്രീരൂപ് പിള്ളൈ, കൃഷ്ണ 12, വിജയ് ഫാൻ ഉണ്ടല്ലോ, ബ്ലഡി സ്വീറ്റ്, മെൽവിൻ, മുഹമ്മദ്, വിനോദ്, രഞ്ജു, മിഥുൻ മാത്യു, കൃഷ്ണാർജക്, മൃജുൽ ലാൽ, സ്പൈഡർ, വടക്കോട്ടുകാവ്, ബിപിൻ കൃഷ്ണ, യാഗ്, വിഷ്ണു റാം, ശ്രീരൂപ് പിള്ളൈ, എല്ലാവർക്കും ഒരുപാട് എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പം ഇനിയും വരട്ടെ, ഇനിയും ഫോളോവേഴ്സ് ഇനിയും എന്താ പറയുക, ഭഗവാന്റെ ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ നാരായണിയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇനിയും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട്. അപ്പോൾ എനിക്ക് വൃന്ദാവനത്തിൽ പോയ ഇത് തന്നെയാണ് പറയാനുള്ളത്. വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. ഇത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണിയാണ് കേട്ടോ. അപ്പം എനിക്ക് വേറെ ഒരു പുസ്തകം ഉണ്ട് എൻ്റെ കയ്യിൽ. അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പോലെയാണ് അതിലിങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം അത് എനിക്ക് വായിച്ച് പറയണമെന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഭഗവത്ഗീത തുടങ്ങണമെന്നൊരാഗ്രഹമുണ്ട്. ഭഗവാൻ സഹായിക്കുകയാണെങ്കിൽ അതും തുടങ്ങാം. പിന്നെ ജോലിക്കൊക്കെ പോയി കഴിയുമ്പോൾ ടൈം അറിയില്ല. എന്നാലും ഞായറാഴ്ച ദിവസം എന്തായാലും ഉച്ചയ്ക്ക് ഞാൻ വരും. എനിക്ക് പറ്റുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞു തരും. കുറേ പേരെങ്കിലും ആ ഒരു നല്ല ഇതിലോട്ട് വരട്ടെ, ഭഗവാനിലേക്ക് വരട്ടെ എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. പിന്നെ നമുക്കറിയാലോ, ഒരുപാട് പേർക്ക് നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്. പാട്ട് പാടാനായാലും ഡാൻസ് കളിക്കാനായാലും. അപ്പം അത് ഞാൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, ഒതുങ്ങിയൊരു ടൈപ്പായിരുന്നു എല്ലാവരും. അപ്പോൾ എന്താ ചെയ്യുക, അത് നമ്മൾ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഒരുപാട് ഇപ്പോൾ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും ഒക്കെ നമുക്ക് അത് കഴിവുകളൊക്കെ നമുക്ക് ഇതാക്കാനുള്ള ഒരു വേദിയുണ്ട്. പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരും അവരുടെ സംഗീതം, നൃത്തം ഇതൊക്കെ നമുക്ക് ഇതിലൂടെ കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ സ്വർഗസിദ്ധമായിട്ടുള്ള കഴിവുകളൊക്കെ നമ്മൾ വെറുതെ എന്താ പറയുക, വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് പാടി, ചിലരൊക്കെ കുളിക്കുന്ന ടൈമിലൊക്കെ പാടും, അങ്ങനെ മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, പുറത്തു എല്ലാവരും അറിയട്ടെ, നിങ്ങളുടെ കഴിവുകളൊക്കെ കൊണ്ടുവരണം. ഞാനും പണ്ട് ഇങ്ങനെയായിരുന്നു, ഒരുപാട് അങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊന്നും പാടില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റെ ഈ അക്കൗണ്ട് പോലും ഞാൻ എന്താ ചെയ്തിട്ടിരുന്നത്, മറ്റേ പ്രൈവറ്റ് ആക്കി ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ കഴിവുകളൊക്കെ നമ്മൾ പ്രകടിപ്പിക്കുക, എല്ലാവരും അറിയട്ടെ. അതാണ് വേണ്ടത്. അപ്പം അതും കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ഇത് നാരായണീയമാണ് കേട്ടോ. ഞാൻ നാരായണീയത്തിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട്, ഞായറാഴ്ച തോറുമാണ്. കൃഷ്ണാർജക് ആദ്യമായിട്ടാണല്ലേ വരുന്നത്? ഓക്കെ, അപ്പം അതാണ്. പിന്നെ വൃന്ദാവനത്തിൽ എല്ലാവരും പോണം കേട്ടോ. വൃന്ദാവനിൽ പോയി കഴിഞ്ഞാൽ ആ ഭഗവാന്റെ സ്ഥലങ്ങളും അതൊക്കെ കാണാൻ വെച്ചാൽ വലിയ ഭാഗ്യമാണ്. അത് നമുക്ക് ഇങ്ങനെയൊന്നും ആർക്കും കിട്ടുന്നതല്ല. അത്രയും ഭാഗ്യമുണ്ടെങ്കിലേ അങ്ങനെ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ്. അതിന് ഞാൻ ഭഗവാനോട് നന്ദി പറയുകയാണ്, എല്ലാവരോടും നന്ദി പറയുകയാണ്. അപ്പോൾ
ആ ഭഗവാനെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ, അന്തര്യാമിയാണ്. അതുപോലെ എല്ലായിടത്തും ഉണ്ട് ഭഗവാൻ. എല്ലാവരിലും ആ ഒരിത് നമ്മൾ ദർശിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഭഗവാൻ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അദ്വൈഷ്ടാം സർവഭൂതാനാം മൈത്രകരുണ ഏവജ നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുദർശമേ. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കുറിച്ച്, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും കൂടുതലായിട്ട് ചിന്തിക്കാതിരിക്കുക, എല്ലാവരെയും ഒരുപോലെ കാണുക. അങ്ങനെയുള്ള ഭക്തൻ ഭഗവാന് വളരെ ഇഷ്ടമാണെന്ന്. അപ്പം ഞാനും ചിന്തിച്ചു. പിന്നീട് ഞാനും വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്ന ഒന്നായിരിക്കും, അത് കേൾക്കുന്നവര് വേറൊരു തലത്തിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അത് എടുക്കും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയാൻ പോണില്ല കേട്ടോ. അപ്പം വേറുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടുന്നില്ല, ഇനി ഒന്നും പറയുന്നില്ല. കാരണം ഇപ്പം ഉള്ള സമൂഹ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഭഗവാന്റെ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് എത്രത്തോളം ആവുമെന്നറിയില്ല, സ്വായത്തമാകുമോ എന്നറിയില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ തീർച്ചയായും പ്രതികരിച്ചല്ലേ പറ്റൂ. അങ്ങനെ പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ ഞാൻ പ്രതികരിക്കും, ഇല്ലെങ്കിൽ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിന് മുന്നേ എന്തെങ്കിലും പ്രതികരിച്ചിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞത് തെറ്റില്ല എന്നാണ് എൻ്റെ ഒരിത്. അതിൽ ഞാൻ പറഞ്ഞൊരു രീതിയിലല്ല അവരെടുത്തിട്ടുണ്ട് ഉള്ളതെങ്കിൽ അതെൻ്റെ കുറ്റമല്ല, അത് ഞാൻ സോറി ചോദിക്കുകയാണ്. അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വൃന്ദാവനത്തിൽ എല്ലാവരും പോകണം കഴിവതും, ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ പോകണം, ഇനി അടുത്ത ക്ലാസ്സിൽ വരാം. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.